ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 34 അധ്യായമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ നമുക്ക് ഈ വർഷമുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് 34 അധ്യായം. 34 അധ്യായത്തിൽ മൊത്തം 31 വാക്യങ്ങളാണുള്ളത്. ഈ അധ്യായം 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വ്യർത്ഥ സ്വപ്നങ്ങൾ, ദൈവഭയം, യഥാർത്ഥ ഭക്തി. അതിൽ വ്യർത്ഥ സ്വപ്നങ്ങൾ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, ദൈവഭയം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും, യഥാർത്ഥ ഭക്തി എന്നത് 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആദ്യത്തെ പാർട്ടായിട്ടുള്ള വ്യർത്ഥ സ്വപ്നങ്ങളിലേക്ക് കടക്കാം. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ വാക്യം പറയുന്നത് അവിവേകിയെക്കുറിച്ചും ഭോഷനെക്കുറിച്ചുമാണ്. രണ്ടുപേരെക്കുറിച്ചും ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. അവിവേകിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? വ്യർത്ഥവും നിരർത്ഥകവുമാണ്. പക്ഷെ ഭോഷനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. അപ്പോൾ അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. രണ്ടാമത്തെ വാക്യം പറയുന്നത് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ 2 ഉപമകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിഴലിനെ പിന്തുടരുന്നവനെ പോലെയും 2 കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയാണ്. ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിന്തുടരുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്. സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിൽ നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങളുടെ പ്രതിച്ഛായ മാത്രമാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 3 വാക്യങ്ങൾ. അടുത്തത് 4ാമത്തെ വാക്യമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ, അസത്യത്തിൽ നിന്ന് സത്യവും? 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ, അസത്യത്തിൽ നിന്ന് സത്യവും? ഇതുപോലെ പരാമർശിക്കുന്ന വേറൊരു വചനഭാഗവും ബൈബിളിൽ കാണപ്പെടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34:4 പ്രഭാഷകൻ 34:4 ഇസ് ഈക്വൽ ടു ജോബിൻ്റെ പുസ്തകം 14 അധ്യായം 4 വാക്യം. ജോബിൻ്റെ പുസ്തകം 14 അധ്യായം 4 വാക്യം. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ, അസത്യത്തിൽ നിന്ന് സത്യവും? 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 5ാമത്തെ വാക്യം ഗർഭിണിയുടെ ഭാവന പോലെ 3 കാര്യങ്ങളും മിഥ്യയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? ശകുനം, നിമിത്തം, സ്വപ്നം. ഈ 3 കാര്യങ്ങളും എന്തുപോലെയാണ് മിഥ്യ? ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ്. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. 6ാമത്തെ വാക്യം പറയുന്നത് അത്യുന്നതനിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. അത്യുന്നതനിൽ നിന്ന് ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക, സ്വപ്നത്തെ അവഗണിക്കുക. മനസ്സിലായോ? അത് അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ല എങ്കിൽ സ്വപ്നത്തിനെ നമ്മൾ വകവെക്കണ്ട, അതിനങ്ങോട്ട് അവഗണിച്ചോളുക. ഈ 6ാമത്തെ വാക്യം വേറൊരു വചനഭാഗവുമായി സാമ്യമുണ്ട്. അതാണ് ഞാൻ ഈ 4ഉം 6ഉം റെഡിൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു വചനഭാഗവുമായി സാമ്യമുണ്ട്. അതാണ് നമ്മുടെ ജോബിൻ്റെ പുസ്തകം തന്നെ 33 അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 4ാമത്തെ വാക്യം 34:4 എന്തുമായിട്ടാണ് സാമ്യം? ജോബിൻ്റെ പുസ്തകം 14 അധ്യായം 4 വാക്യം. 6ാമത്തെ വാക്യം എന്തുമായിട്ടാണ് സാമ്യം? ജോബിൻ്റെ പുസ്തകം 33 അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 34:4 34:6. അടുത്തത് 34:7 സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത്? സ്വപ്നങ്ങൾ. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. സ്വപ്നങ്ങളെ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. അത്തരം വഞ്ചനകളൊന്നും കൂടാതെ തന്നെ നമുക്ക് നിയമം നിറവേറ്റാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. സത്യസന്ധമായ ചുണ്ട് ഉള്ളവൻ എപ്പോഴും ഒരു ജ്ഞാനിയായിരിക്കും. അപ്പോൾ ആ വിജ്ഞാനത്തിന് അവനിലൂടെ പൂർണ്ണത ലഭിക്കുന്നു. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. ഇതാണ് 8ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എത്ര പ്രാവശ്യം ഈ വ്യർത്ഥ സ്വപ്നങ്ങൾ എന്നുള്ള വചനഭാഗങ്ങളിൽ സ്വപ്നം എന്നുള്ള വാക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വപ്നം എന്നുള്ള വാക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടെ സ്വപ്നം കണ്ടോ, ഇതാണ് 1ാമത്തെ സ്വപ്നങ്ങൾ. 2ാമത്തെ സ്വപ്നം സ്വപ്നങ്ങളെ ആശ്രയിച്ചവർ, ഇവിടത്തെ 2ാമത്തെ സ്വപ്നം. ഇത് 3ാമത്തെ സ്വപ്നം. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ
പ്രതിച്ഛായ മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിലും സ്വപ്നം എന്നുള്ള വാക്കുണ്ട്. അടുത്തത് നാലാമത്തതിലില്ല, അഞ്ചാമത്തേലുണ്ട് സ്വപ്നം. കണ്ടോ ഇവിടെ? അപ്പോൾ നാലാമത്തത് 5-ാം വാക്യത്തിൽ സ്വപ്നമുണ്ട്. അടുത്തത് എവിടെയാണ്? 5-ാമത്തെ സ്വപ്നം നമുക്ക് 7-ാം വാക്യത്തിൽ കാണാം. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 5 പ്രാവശ്യം സ്വപ്നം എന്നുള്ള വാക്ക് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തത് 9-ാമത്തെ വാക്യമാണ്. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു, അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. 2 പേരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്ന് വിദ്യാസമ്പന്നനെ കുറിച്ചും ഒന്ന് അനുഭവ സമ്പന്നനെ കുറിച്ചും. വിദ്യാസമ്പന്നൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഒരുപാട് അറിവുണ്ട്, അവൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവ സമ്പന്നനാവട്ടെ, അവൻ വിവേകത്തോടു കൂടി സംസാരിക്കുന്നു. കേട്ടോ, 2 പേരെയും കുറിച്ചും പറയുന്നുണ്ട്, വിദ്യാസമ്പന്നും അനുഭവ സമ്പന്നനും. 10-ാമത്തെ വാക്യം പറയുന്നത് അനുഭവജ്ഞാനം ഇല്ലാത്തവനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുക. അനുഭവ സമ്പന്നൻ ഇവിടെയുണ്ട്, വിദ്യാസമ്പന്നൻ ഇവിടെയുണ്ട്. അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവും കുറയും. അപ്പോൾ അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവും കുറയും. 9-ാമത്തേൽ പറയുന്നത് എന്തെന്നാ? വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു, അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. 10-ൽ പറയുന്നത് അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവും കുറവായിരിക്കും. ഇനി 11-ാമത്തെ വാക്യം പറയുന്നത് യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്ര ചെയ്തവൻ ആരാകുന്നു? വളരെ കഴിവുറ്റവൻ അല്ലെങ്കിൽ കഴിവുള്ളവനാകുന്നു. 12ഉം 13ഉം കംപ്ലീറ്റ് അല്ല, ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 12 പറയുന്നത് യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. 13 പറയുന്നത് ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ആരാണ് ഈ ഞാൻ? യാത്ര ചെയ്യുന്നവൻ. ആരാണ് ഞാൻ? യാത്ര ചെയ്യുന്നവൻ. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്, എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. എന്താണ് അവനെ രക്ഷിക്കുന്നത്? അനുഭവജ്ഞാനം. അപ്പം ഇത്രയും പോഷം 11ഉം 12ഉം 13ഉം ആരെക്കുറിച്ചാണ് പറയുന്നത്? യാത്ര ചെയ്യുന്നവനെ കുറിച്ചാണ് പറയുന്നത്. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു, യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു, ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്, എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. 14-ാമത്തെ വാക്യം പറയുന്നത് ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. ആരുടെ ജീവനാണ് നിലനിൽക്കാൻ പോണേ? ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. കാരണം അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ്. അവൻ ഭൂമിയിലുള്ള ആരെയുമല്ല വിശ്വസിക്കുന്നത്, മറിച്ച് അവൻ്റെ പ്രത്യാശ ആരിലാണ്? അവൻ്റെ രക്ഷകനിലാണ്. അതുകൊണ്ട് ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. ഇത്രയുമാണ് വ്യർത്ഥ സ്വപ്നങ്ങൾ എന്നുള്ള സബ് ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നത്. അടുത്തത് ദൈവഭയം എന്നുള്ള സബ് ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. 16-ാമത്തെ വാക്യം പറയുന്നത് നമുക്കറിയാം 16 മുതൽ 24 വരെയും ദൈവഭയം എന്നുള്ള സബ് ഹെഡിങ്ങിൻ്റെ കീഴിലായിരിക്കും. 16-ാമത്തെ വാക്യം പറയുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. കാരണം കർത്താവിനെ ഭയപ്പെടുന്നവന് വേറൊരാളെയും ഭയം ഉണ്ടാവില്ല. അപ്പോൾ കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. ഇതോർത്താൽ മതി. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു. എന്തെന്നാ പഠിച്ചത്? ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കുന്നു എന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. കാരണം എന്താണ്? അതിവിടെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. എന്താണ്? തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. അതും ഓർത്താൽ മതി. ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. എല്ലാം വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. ഇനി നമ്മുടെ ഈ 16-ാമത്തെ വാക്യം കണ്ടോ? ഈ 16-ാമത്തെ വാക്യമായി സദൃശ്യമായ മറ്റൊരു വചനഭാഗമുണ്ട്. അതാണ് സങ്കീർത്തനങ്ങൾ 33:18. സങ്കീർത്തനങ്ങൾ 33:18. അതുപോലെ തന്നെ ഈ 18-ാമത്തെ വാക്യവും വേറൊരു വചനഭാഗവുമായി സാദൃശ്യമുള്ളതാണ്. അത് സുഭാഷിതങ്ങൾ 21:27. സുഭാഷിതങ്ങൾ 21:27. 33:18. സങ്കീർത്തനങ്ങൾ 33:18 16-ാമത്തെ വാക്യവും സുഭാഷിതങ്ങൾ 21:27 18-ാമത്തെ വാക്യവുമാണ് ആയിട്ടാണ് സാദൃശ്യം. 19-ാമത്തെ വാക്യം പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്താ ചെയ്യുന്നത്? കടാക്ഷിക്കുന്നു. കർത്താവ് കടാക്ഷിക്കുന്നു.
19ാമത്തെ വാക്യം എന്തെന്നാണ്? തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കാ ഓർത്താൽ മതി കേട്ടോ. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടെ നിന്ന് ഒരു 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ശക്തമായ സംരക്ഷണവും, അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ഉറപ്പുള്ള താങ്ങും. ശക്തമായ സംരക്ഷണം, ഉറപ്പുള്ള താങ്ങ്. 3ാമത്തെ കാര്യമാണ് ചുടുകാട്ടിൽ അഭയകേന്ദ്രം. 3ാമത്തെ കാര്യം എന്താണ്? ചുടുകാട്ടിൽ അഭയകേന്ദ്രം. പൊരിവെയിലിൽ തണൽ. 4ാമത്തെ കാര്യം ഇടറാതിരിക്കാൻ സംരക്ഷണം. 5ാമത്തെ കാര്യം വീഴാതിരിക്കാൻ ഉറപ്പ്. 6ാമത്തെ കാര്യം. 6 കാര്യങ്ങളാണ് ദൈവത്തെ സ്നേഹിക്കുന്നവന് അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവനെ കർത്താവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? തന്നെ സ്നേഹിക്കുന്നവരെ 19ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടെ നിന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാട്ടിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഇനി 20ാമത്തെ വാക്യവും ഇതുപോലത്തെ ഒരു വാഗ്ദാനമാണ് കൊടുക്കുന്നത്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും 1, ജീവനും 2, അനുഗ്രഹവും 3 പ്രദാനം ചെയ്യുന്നു. അപ്പോൾ 19ലും 20ലും പറയുന്നത് വാഗ്ദാനങ്ങളാണ്. 19ൽ എന്താ പറയുന്നത്? തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാട്ടിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഇനി 20ാമത്തെ വാക്യം പറയുന്നത് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ഇനി 21 മുതൽ 24 വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായി? നമ്മൾ അധികം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. 21ാമത്തെ വാക്യം പറയുന്നത് അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. അന്യായ സമ്പത്തിൽ നിന്ന് നമ്മൾ ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്, പങ്കിലമാണ്. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. 22ാമത്തെ വാക്യം പറയുന്നത് നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ഒരുവൻ്റെ നിയമം നിഷേധിക്കുന്നവൻ്റെ അവൻ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കില്ല ദൈവം. അപ്പം നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. 23 പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികൾ അത്യുന്നതൻ പ്രസാദിക്കില്ല. ദൈവഭക്തി ഇല്ലാതെ നമ്മൾ ബലി അർപ്പിച്ചാൽ ആ ബലിയിൽ അത്യുന്നതൻ പ്രസാദിക്കില്ല. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയുണ്ട്. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടെ നിന്ന് പ്രസാദിക്കുകയോ അവന് പാപമോചനം നൽകുകയോ ചെയ്യില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലി അത്യുന്നതം പ്രസാദിക്കില്ല. അത് മാത്രമല്ല, അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടെ നിന്ന് പ്രസാദിക്കുകയുമില്ല, പാപമോചനം നൽകുകയുമില്ല. 24ാമത്തത്, ഈ 2ാമത്തെ സബ് ഹെഡിങ്ങിലെ അവസാനത്തെ വാക്യമാണ് ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നത് പോലെയാണ്. പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നത് പോലെയാണ് ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് ആ സമ്പത്തുമായിട്ട് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഈ അവസാനത്തെ 4 കാര്യങ്ങൾ നമുക്ക് താക്കീതാണ്. ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു തന്നെ കാര്യങ്ങളാണ് 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലുള്ളത്. അടുത്ത ഹെഡിങ് ആണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി സബ് ഹെഡിങ് പഠിക്കേണ്ടത് 3:4 എന്നുള്ളൊരു ഫോർമുല വെച്ചിട്ട് പഠിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളും പറയുന്നുണ്ട്. 4 വാക്യങ്ങളിലായിട്ട് നമ്മളോട് ചോദ്യവും ചോദിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, 4 വാക്യങ്ങളായിട്ട് ചോദ്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 മുതൽ 31 വരെയും 7 വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? 7 വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ 3 നമ്മളോട് പറയുന്നതാണ്, ഇന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അവസാനത്തെ 4 വാക്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ഓർമ്മയിൽ നിങ്ങൾ ഓർത്തു വയ്ക്കാം. അപ്പോൾ 25ാമത്തെ വാക്യം പറയുന്നത് ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്. ബാക്കി ഇവിടെ വന്നിട്ടില്ല, ഞാൻ വായിക്കാം. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ ആരാണ്? കൊലപാതകിയാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. 26 പറയുന്നത് അയൽക്കാരൻ. അപ്പോൾ ആദ്യത്തെ ആരെക്കുറിച്ചാണ്? ദരിദ്രൻ. 2ാമത്തത് ആരെക്കുറിച്ചാണ്? അയൽക്കാരൻ. 3ാമത്തത് ആരെക്കുറിച്ചാണ്? വേലക്കാരൻ. അപ്പോൾ അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. 27ാമത് പറയുന്നത് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ്.
അപ്പം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ് ഇവിടെ ആദ്യമേ പറയുന്നത്. എന്തൊക്കെയാണ്? ആദ്യം ദരിദ്രൻ, രണ്ടാമത് അയൽക്കാരൻ, മൂന്നാമത് വേലക്കാരൻ. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത്, അപ്പോൾ 28ാമത്തെ വാക്യം, അതായത് ഒന്നാമത്തെ ചോദ്യമാണ്, ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അധ്വാനമല്ലാതെ അവർക്ക് എന്താണ് ലാഭം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അധ്വാനമല്ലാതെ അവർക്ക് എന്താണ് ലാഭം? ഇനി 29ാമത്തെ വാക്യമാണ്, ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുക? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തെന്നാണ്? ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അധ്വാനമല്ലാതെ അവർക്ക് എന്താണ് ലാഭം? ഇത് 28ാമത്തെ വാക്യമാണ്, ആദ്യത്തെ ചോദ്യവുമാണ്. 29ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുക? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതാണ് എത്രാമത്തെ വാക്യം? 30ാമത്തെ വാക്യം. 30ാമത്തെ വാക്യവും അതോടൊപ്പം മൂന്നാമത്തെ ചോദ്യവും. മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയാൽ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്താണ് പ്രയോജനം? ഇനി 4ഉം 5ഉം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അവസാനത്തെ 31ാമത്തെ വാക്യത്തിലാണ്. ഇതാണ് നമ്മുടെ 31ാമത്തെ വാക്യം. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? കണ്ടോ? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാമല്ലോ. ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അധ്വാനമല്ലാതെ അവർക്ക് എന്താണ് ലാഭം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയാൽ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്താണ് പ്രയോജനം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? 4ാമത്തെ ക്വസ്റ്റ്യൻ. എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? 5ാമത്തെ ക്വസ്റ്റ്യൻ. 5 ചോദ്യമാണ് അപ്പോൾ ലാസ്റ്റ് പ്രഭാഷകൻ ചോദിച്ച് നിർത്തുന്നത്. 5 ചോദ്യം. 3 കാര്യങ്ങൾ അതിന് മുന്നേ നമ്മളോട് പറഞ്ഞു. ആരെക്കുറിച്ചൊക്കെയാണ്? ദരിദ്രനെ കുറിച്ച് പറഞ്ഞു, അയൽക്കാരനെ കുറിച്ച് പറഞ്ഞു, വേലക്കാരനെ കുറിച്ച് പറഞ്ഞു. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകയാണ്. അയൽക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞത്? അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞത്? വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ പ്രഭാഷകൻ 34ാം അധ്യായത്തിൽ പറയുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക്